ഹലോ ഹായ് നമസ്കാരം. ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ പൂക്കൾ ടി വി, 24 TV തുടങ്ങിയിട്ടുള്ള ടി വികൾക്കൊക്കെ ശേഷം അദ്ദേഹം ഇൻ്റർനാഷണൽ ആവാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു. അതിന് അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗ്ഗം യൂട്യൂബിൽ ഇൻ്റർനാഷണൽ എന്ന് സ്വന്തം ചാനലിൻ്റെ പേരിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പുതിയൊരു ചാനൽ ആരംഭിച്ചു. 24 ഇൻ്റർനാഷണൽ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. പുള്ളി എവിടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും, അതായത് പുള്ളി ഒരു മെയിൻ ആളായിട്ട് ഒന്ന് ആഘോഷിച്ച് എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ മൈക്ക് വാങ്ങിച്ചിട്ട് ഈ യൂട്യൂബേഴ്സൊക്കെ ഭയങ്കര എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഭയങ്കര പ്രശ്നമാണിത്, അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി റീച്ചിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി യൂട്യൂബിൽ മുക്കിന് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നൊക്കെ കിട്ടാവുന്ന റവന്യൂ ഉണ്ടാക്കി കൂടുതൽ റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളി ഇടുമ്പോൾ ബർമുടയും നമ്മളിടുമ്പോൾ അല്ലേ. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭമായിട്ടുള്ള 24 ഇൻ്റർനാഷണൽ, അവിടെ നമ്മളൊരു ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ കണ്ടു. ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ രാഹുൽ ഈശ്വർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന, എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ പറയുന്നതിൻ്റെയൊക്കെ ഒരു ഫീമെയിൽ സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ ഇൻ്റർവ്യൂ ഉടനീളം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ദീപ രാഹുൽ ഈശ്വറിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അവിടെ 3 ആങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ യൂട്യൂബ് ചാനലായിട്ടൊക്കെ വരുമ്പോൾ ജേർണലിസം ഒക്കെ പഠിച്ചിട്ടുള്ള അതിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരണമെന്നാണ് ഒരു വെപ്പ്. അല്ലാതെ റാൻഡം ചാനലിൽ ഞങ്ങൾ ആങ്കേഴ്സിനെ തേടുന്നു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിട്ട് ആളെ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ 3 ജേർണലിസ്റ്റുകൾ കൂടിയിട്ട് ദീപ രാഹുൽ ഈശ്വറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർനാഷണൽ തന്നെ എന്ന് പറയിപ്പിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതെ, പറയിപ്പിക്കുന്ന ഇൻ്റർവ്യൂ ആണ്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണി ഇൻ്റർവ്യൂ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. ഞാനിത് 3 തവണ കണ്ടു. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയച്ചു തന്ന സമയത്ത് ഞാനിതൊന്ന് പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ദീപയാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ദീപ മലയാളികൾക്ക് സുപരിചിതയാണ്. പക്ഷേ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആ 3 ആങ്കേഴ്സിലായിരുന്നു. കാരണം വളരെ യങ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള 3 സ്ത്രീകളാണ് ദീപേനെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ദീപേനെ അവരെങ്ങനെയാണ് നോക്കിക്കാണുക, എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. വളരെ നല്ല കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ദീപ അവിടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണയില്ലേ, അതായി മാറുകയായിരുന്നു. അതായത് ഇവർ കുറേ നല്ല ചോദ്യങ്ങൾ ചോദിക്കും, ദീപ അതിന് എങ്ങും തൊടാതെ കുറച്ച് ഉത്തരങ്ങൾ പറയും. ആൻഡ് ഇവർ ഓക്കെ മാം ഞങ്ങൾ കൺവിൻസ്ഡ് ആയി എന്ന് പറയുന്ന രീതിയിലാണ് അതിനെ. ഇനി ഇവർക്ക് ദീപേനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വലിയ കാര്യമില്ല എന്ന് ഈ 3 ആങ്കേഴ്സിന് അറിയാവുന്നത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഇൻ പ്രൊഡക്റ്റ് വന്നപ്പോൾ ദീപ ഓൾവേസ് പ്രചരിപ്പിക്കുന്ന വളരെ റിഗ്രസീവ് ആയിട്ടുള്ള, ഒട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ആശയങ്ങൾ ആങ്കേഴ്സും അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലായിപ്പോയി അതിൻ്റെ ഒരു ഔട്ട്പുട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിരാശ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ ഇൻ്റർവ്യൂ ആദ്യം കണ്ടപ്പം നിർത്തിയാണ് കണ്ടത്. കാരണം നിർത്തുമ്പോഴും എന്നെ വിളിക്കും, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കും, അങ്ങനെ നിർത്തി കണ്ടു. ഞാനിത് നിങ്ങളോട് കാണാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരതയായി പോകും. ബട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര പേർക്ക് അത് ഒറ്റയടിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നമ്മളത് കാണേണ്ടി വരും. എൻ്റെ ഇങ്ങനെ ഒരു ബുക്കൊക്കെ ഉണ്ട്, അപ്പോൾ ഈ ഒരു ബുക്കിനകത്തൊക്കെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടെല്ലാം ഞാൻ എഴുതി വെച്ച് നമ്മൾ കേട്ടത് കറക്റ്റ് ആണല്ലോ എന്ന് വീണ്ടും നമ്മൾ കേൾക്കണം. അങ്ങനെ എന്തായാലും ഒരു 2-3 ദിവസം എടുത്ത് 2-3-4 തവണയായിട്ട് ഞാൻ ഇൻ്റർവ്യൂ കണ്ടു. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴേ, ഒരു ന്യൂസ് ചാനലിൻ്റെ ഇൻ്റർവ്യൂവും സാധാരണ ഒരു ആങ്കർ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു റാൻഡം യൂട്യൂബ് ചാനലിൻ്റെ ഇൻ്റർവ്യൂ തമ്മിലുള്ള വ്യത്യാസം, മറ്റിടത്ത് നമുക്കെല്ലാം അതേ അല്ലേ, അയ്യോ ദാറ്റ്സ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കിരുന്ന് സംസാരിക്കാം. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെയോ ഇവർക്ക് കൗണ്ടർ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ തുടക്കത്തിൽ അങ്ങനെ തോന്നിയെങ്കിലും പിന്നീട് ആയുധം വെച്ച് കീഴടങ്ങായിരുന്നു. അത് മാത്രമല്ല ഗസ്റ്റിനെ കൊണ്ട്, ശ്രീകണ്ഠൻ നായരുടെ ചാനലാണല്ലോ, അപ്പോൾ റീച്ചാണ് അവരുടെ മെയിൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു പോയിൻ്റ് അതാണ്. ദീപയെ കൊണ്ട് തന്നെ നല്ല യൂട്യൂബ് ചാനലാണ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ലൈക്ക് മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആങ്കേഴ്സ് എല്ലാവരും പുറകിൽ നിന്നിട്ട് മറ്റേ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു വൻ സംഭവമായിട്ടാണ് അവരത് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി. പക്ഷേ ഇൻ്റർനാഷണൽ ഓഡിയൻസിലേക്ക് ഇത് റീച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആകുല ചിത്തരാണ്. ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ആകുല ചിത്തരാവും. കാര്യത്തിലേക്ക് കടക്കാം. ഈ ഇൻ്റർവ്യൂവിൽ ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു മെയിൻ ടോപ്പിക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഫെമിനിസമാണ്. ഞാൻ പലപ്പോഴും അവരവരുടെ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ ഇൻ്റർവ്യൂസിൽ വന്നിരുന്നിട്ട് ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, ഐ എം എഗെയിൻസ്റ്റ് ഫെമിനിസം, ഈ ഒരു മൂവ്മെൻ്റ് ഒന്നും നമ്മുടെ നാടിന് അത്ര ആവശ്യമുള്ള കാര്യമൊന്നുമല്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇത് ഇവരുടെ അറിവുകേടാണ്. കാരണം ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളാണ്.
അത് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസിനും മാധ്യമങ്ങൾക്കും ഒക്കെ വലിയൊരു പങ്കുണ്ട്. ആൻഡ് ദാറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും എനിക്കതാ തോന്നിയത്. അവിടെ ഇരുന്ന് ഒരു ആങ്കർ പോലും ഇതല്ല ദീപ ഫെമിനിസം എന്ന് ദീപ പറയുന്ന കാര്യം എന്താണോ അത് ഫെമിനിസം അല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരാളുടെ സൈഡിൽ നിന്നും അത് ഉണ്ടായില്ല. ദീപ പറയുന്ന പല കാര്യങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ജസ്റ്റേഴ്സ് ഒക്കെ. കാര്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്ന, അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു മൂമെന്റ് വരുമ്പം അത് എന്താണ് എന്ന് അറിഞ്ഞു പെരുമാറാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം. ഞാൻ സ്ത്രീകൾക്കെന്നൊന്നും പറയുന്നില്ല, ഓരോ വ്യക്തികൾക്കും അറിയാം എന്താണ് ഫെമിനിസം എന്നുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസിലായിട്ട് നമ്മളൊരു സീരീസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫെമിനിസ്റ്റിന്റെ മെയിൻ ചാനൽ ഉണ്ണി വ്ളോഗ്സ് സിനിഫൈലിൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഒരു സമൂഹത്തിൽ സ്ത്രീ ആയതിന്റെ പേരിൽ നമുക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവസരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചിട്ടുമാണ് ഫെമിനിസം സംസാരിക്കുന്നത്. അതറിയാത്ത ആൾക്കാരൊന്നും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാൻ ഒരു 5 സെക്കൻഡ് എടുക്കാൻ കഴിയാത്ത ആളൊന്നും അല്ല ദീപ. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടും ഈ ഫെമിനിസം എന്ന് പറയുന്ന മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് പല ആൾക്കാർക്കും ഇഷ്ടമല്ല. ബിക്കോസ് അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഈ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അത് ഈ പേട്രിയാർക്കി സിസ്റ്റത്തിനെ ഇഷ്ടപ്പെടുന്ന, അതിൻ്റെ എല്ലാ പ്രിവിലേജസും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന പുരുഷന്മാരാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അത്തരത്തിൽ ചിന്തിക്കുന്ന പുരുഷന്മാർ മാത്രമല്ല ഈ മൂവ്മെന്റിനെ എതിർക്കുന്നത്. അതിന് ഇന്ന മതം എന്നൊന്നുമില്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ ഇതിനെ എതിർക്കും. ഞാനിത് പറയുമ്പോൾ ഒരുപാട് വ്യക്തികൾക്ക്, ഒരു പക്ഷേ വിശ്വാസികൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ എന്നോട് ദേഷ്യം തോന്നിയിരിക്കാം. പക്ഷേ ഇത് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതിനോട് എതിർക്കാൻ തോന്നിയാലും എന്ത് തോന്നിയാലും എനിക്കത്, ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം അതായതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ പോലും ഇവർ ഫെമിനിസത്തിനെ എതിർക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. ലക്ഷ്മണ രേഖ, ഇതൊക്കെ പുരാണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ സ്ത്രീയോട് സംസാരിക്കുന്നത്. ദീപയായാലും രാഹുൽ ഈശ്വർ ആയാലും ഒക്കെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഇവരുടെ ഈ പറയുന്ന റിഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ അവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന മെൻസ് കമ്മീഷൻ ഉൾപ്പെടെ, ഇപ്പം അറിയാലോ ഞാൻ പറയുന്നത് മെൻസ് കമ്മീഷൻ എന്നത് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യമാണെന്നോ അതിനിവിടെ ഇമ്പോർട്ടൻസ് ഇല്ലെന്നോ, എല്ലാ സ്ത്രീകളും ഇവിടെ ഏറ്റവും നന്നായി പെരുമാറുന്ന, ഓപ്പോസിറ്റ് ജെൻഡറിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നോ ഒന്നുമല്ല. പക്ഷേ നമ്മുടെ മെൻസ് കമ്മീഷൻ വർക്ക് ചെയ്യുന്നത് ഏത് തരത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പുരുഷന് ഓപ്പോസിറ്റായി നിൽക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണത്. അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളും അവരുടെ പത്രസമ്മേളനവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് ഇവിടെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവരിലേക്ക് തെറ്റായ വിവരങ്ങൾ പാസ് ചെയ്യുക, അവരെ ഈ പറയുന്ന സത്യത്തിൽ നിന്നും മാറ്റി നിർത്തി തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. അതവർ ചെയ്യുന്നു. പക്ഷെ അതിനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി കൊടുക്കുന്നത് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തതുപോലുള്ള ചാനൽസ് ആണ്. ആൻഡ് അതിലൂടെ അവരെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാതെ, നമുക്ക് കാണുമ്പോൾ തോന്നും ഇവർ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ എന്ന്. അല്ല, അവിടെ കൊണ്ട് മാത്രം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിൽക്കുന്നില്ല. നമ്മൾ ഫാക്ട് നിരത്തി അതിനെ ബ്രേക്ക് ചെയ്യുന്ന ടൈമിലാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു ഓക്കെ അത് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു വരുള്ളൂ. അല്ലാത്തടത്തോളം കാലം നിങ്ങൾ അവർക്ക് അവരുടെ ഈ തരത്തിൽ വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി ഒരുക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. തമ്മിൽ നിങ്ങൾക്ക് മലയാളത്തിൽ നടത്താം, അത് ഇംഗ്ലീഷിൽ നടത്തിയിട്ട് ഇന്റർനാഷണൽ ഓഡിയൻസിലേക്ക് മലയാളികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് ദയവ് ചെയ്ത് പറയരുത്. അല്ല, അക്കാര്യത്തിലൊക്കെ ശ്രീകണ്ഠൻ നായർ സാർ അടിപൊളിയാണ്. നമ്മൾ വീടിൻ്റെ പുറകുവശത്ത് കൊണ്ടുപോയി ഇട്ട് കളഞ്ഞ് ഡോറടച്ചിട്ടിരുന്ന ആ വേസ്റ്റൊക്കെ പുള്ളി അവിടുന്ന് മാന്തി എടുത്ത് നമ്മുടെ നടുമുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് സൂപ്പറായില്ലേ, സന്തോഷമായില്ലേ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇതിലിപ്പോൾ ദീപ രാഹുൽ ഈശ്വർ പറയുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ ഗസ്റ്റായി വന്നിരിക്കുന്നത് പോലും ആദ്യകാലങ്ങളിൽ സ്ത്രീകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തോ ഭയങ്കര കുഴപ്പമായിരുന്നു. പഴയ നാടക സിനിമ അഭിനേത്രിമാരുടെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. നാടകത്തിലോ സിനിമയിലോ വന്നാൽ ക്യാമറയിൽ പതിഞ്ഞാൽ പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാർ എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് മാറി അങ്ങനെ ആളുകൾ കടന്നു വരുന്നു. അവരുടെ ഒരു വലിയ പോരാട്ടം തന്നെ നടക്കുന്നു. അതിനുശേഷം ഈ പുരുഷൻ്റെ മെയിൽ ഗെയ്സിന് വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ രീതിയിൽ മാത്രം സ്ത്രീകളെ കണ്ടുകൊണ്ടിരുന്നിടത്തുനിന്ന് വീണ്ടും മാറി സ്വന്തം ആശയങ്ങളും ചിന്തകളും ഉപയോഗിക്കാനും ചോദ്യം ചെയ്യാനും കരുത്തുള്ള ഒരു സ്ത്രീയാണ് ഈ ക്യാമറയുടെ മുന്നിലിരിക്കുന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ആളുകളുടെ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങൾ, അതിനുള്ള അവകാശങ്ങൾ, അതിനുള്ള അവസരങ്ങൾ സ്ത്രീകൾ നേടിയെടുക്കുന്നതിന് ഫെമിനിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റ് അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടാണ്. ആ എഫേർട്ടിൻ്റെ ഭാഗമായി TV
പരിപാടികളിൽ വരികയും ആങ്കർ ആവുകയും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടല്ല ദീപ രാഹുൽ ഈശ്വറിനെ അവിടെ കൊണ്ടുവന്നിരുത്തുന്നത്. അവരുടെ കരിയറിൻ്റെ തുടക്കം അതാണ്. അവരുടെ വിസിബിലിറ്റി വരുന്നത് പോലും ഇത്രയും ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ഒരുപാട് പെണ്ണുങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരാൾ വന്നിരുന്നിട്ട് പറഞ്ഞാൽ ഐ ഡോ ലൈക്ക് ഫെമിനിസം, എനിക്ക് ഫെമിനിസ്റ്റ് ഇഷ്ടമല്ല. അവർ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ ഭയങ്കര കോമഡി ഉണ്ട്. എക്സ്ട്രീം ഫെമിനിസം എന്ന് അവർ പറയും. എന്താണ് എക്സ്ട്രീം ഫെമിനിസം? ഫെമിനിസം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും തുല്യത ഉറപ്പാക്കുക, അത്രേ ഉള്ളൂ. ബേസിക്കായിട്ട് അത്രേ ഉള്ളൂ. ഇതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിൻ്റെ തീവ്രത എന്താ? അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും കൂടുതൽ തുല്യത ഉറപ്പാക്കുക. തുല്യത തന്നെയല്ലേ? തുല്യത ഇപ്പോൾ കൂടുതൽ തുല്യതയാൽ അങ്ങനെ ഇവർ കുറേ വാക്കുകളൊക്കെ ഇട്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് മതത്തിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞ സ്ത്രീ വിരോധികളായിട്ടുള്ള പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരടവാണിത്. ആ അടവ് അവർ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞ പോലെ എനിക്കും വളരെ ചുരുങ്ങിയ വാക്കുകളിലൊക്കെ ഫീൽ ചെയ്തത്. ഒരു വ്യക്തി അയാൾ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുകയോ നമ്മുടെ നിലവിലുള്ള നിയമങ്ങളെ അവസരങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഒരു സ്ത്രീ നിലവിലിരിക്കുന്ന ഒരു നിയമത്തിനെ ദുരുപയോഗം ചെയ്യുമ്പോഴോ വളരെ മോശം രീതിയിൽ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഫെമിനിസത്തിന്റെ പ്രതിനിധികളാണ്, അതുകൊണ്ട് ഫെമിനിസം കൊള്ളത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതേ ദീപ മെൻസ് കമ്മീഷൻ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള വൺ ഓഫ് ദ ഗോൾഡൻ മൂമെന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഈ മെൻസ് കമ്മീഷനിൽ ഇതേ ആൾക്കാരാണ് സവാദിനെ മാലയിട്ട് സ്വീകരിക്കാൻ പോയത്. ഇപ്പോഴും കേരളത്തിൽ കോടതിയുടെ അണ്ടറിൽ നിൽക്കുന്ന വിധി വന്നിട്ടില്ലാത്ത പല കേസുകളിലെയും പ്രതിക്ക് വേണ്ടിയിട്ട് ഇവർ ഘോരം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരെ സ്ലട്ട് ഷെയിം ചെയ്യാനും സൈബർ ബുള്ളി ചെയ്യാനും ഒക്കെയുള്ള വേദി ഒരുക്കി കൊടുക്കുന്നതിലും ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാമല്ലോ, ഇവിടെ മെൻസ് കമ്മീഷൻ്റെ ആവശ്യം എന്താണ്? മെൻസ് കമ്മീഷൻ എല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ മെൻസ് കമ്മീഷൻ നിരോധിക്കണം എന്ന് നമുക്ക് പറയാമല്ലോ. അത് ദീപ പറയില്ല. കാരണം മെൻസ് കമ്മീഷൻ ഗോൾഡൻ തിങ് ആണ്, പക്ഷെ ഫെമിനിസം ഇച്ചിച്ചിയാണ്, അത് വേണ്ട എന്നുള്ളതാണ് ദീപയുടെ ഒരു ലൈൻ. അതായത് ഒരു സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും എന്ത് മോശം കാര്യം ചെയ്താലും അത് ഫെമിനിസം കൊണ്ടാണെന്നാണ് ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ സ്ത്രീ വേണമെന്നില്ല, ചക്ക വേണം മയിലെത്താലും പറയും ഫെമിനിസം കാരണം നാട് നശിച്ചുട്ടോ എന്ന് പറയുന്ന അതേ അപ്പൂപ്പൻ തിങ്ങാണ് ദീപ രാഹുൽ ഈശ്വറും പിന്തുടരുന്നു. ദീപയുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡാണ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവരവരുടെ 16ാമത്തെ വയസ്സ് മുതൽ സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങിയതാണ് ആങ്കറായിട്ട്. അവരെ അതിനെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഫാമിലി ചുറ്റുപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അവർ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ളത്. അന്നു മുതൽ അവർക്ക് നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം ദീപ എന്ന് പറയുന്നത് അവരുടെ കരിയറിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആങ്കർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ നമ്മൾ പേരെടുത്തറിയാവുന്ന വളരെ കുറച്ച് ആങ്കേഴ്സ്, ആൺ പെൺ വ്യത്യാസമില്ലാതെ നോക്കിയാലും പേരെടുത്തറിയാവുന്ന വളരെ കുറച്ച് ആങ്കേഴ്സിൽ ഒരു പേര് തന്നെയായിരുന്നു ദീപ എന്ന് പറയുന്നത്. അവരവരുടെ 16ാമത്തെ വയസ്സോട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവർ പറയുന്നത് തൻ്റെ ആദ്യ പ്രതിഫലം കിട്ടിയ സമയത്ത് ഐ വാസ് ഷോക്ക്ഡ്. എനിക്കെന്തിനാ പ്രതിഫലം തരുന്നത്, ഞാനതിന് എന്താ ചെയ്തേ എന്ന് പറയുന്നത്. ഒരു ജോലി ചെയ്താൽ അതിനുള്ളൊരു പ്രതിഫലം തനിക്ക് കിട്ടും എന്നുപോലും അവെയർ ആവാതിരുന്ന ഒരാളായിരുന്നു അവർ. അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും അവർ മാനേജ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുൻപ് എല്ലാം അമ്മയായിരുന്നു മാനേജ് ചെയ്തത്. തന്നെ അവർ പറയുന്നത് കല്യാണത്തിന് ശേഷം എനിക്കുള്ളത് എല്ലാം രാഹുലിനുള്ളതാണ്, രാഹുൽ മാനേജ് ചെയ്തോട്ടെ, എനിക്കതിനകത്ത് ഒരു പ്രശ്നവും തോന്നുന്നില്ല. ഞാൻ വളരെ ഈ ഇന്റർവ്യൂവിൽ ഒരു സമയത്ത് അവർ പറയുന്നുണ്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അങ്ങനെ ഒരു ലൈഫാണ് അവർ നയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതേ അവരിവിടെ പറയുന്നുണ്ട് ഞാൻ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വൈഫാണ്, ഞാനൊരു പൈങ്കിളി പെണ്ണാണ് എന്നൊക്കെയാണ് അവരെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വലിയൊരു വിഭാഗം ആളുകൾക്ക് അയ്യോ ആണോ എന്ന് പറയുന്ന പോലത്തെ ഒരു കൗതുകവും സ്നേഹവും ദ ക്യൂൻ ഈസ് ഹിയർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. പൊതുവേ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സബ്മിസീവ് ആയിട്ടുള്ള പെൺകുട്ടികളെ ആഘോഷിക്കുക എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ പുലർത്തുന്നവർക്കും പിന്നെ കുറച്ച് സ്ത്രീ വിരോധം ഉള്ളിലുള്ളവർക്കൊക്കെ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ആ 16ാമത്തെ വയസ്സിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലേ, അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? ഇന്നാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എന്താണെങ്കിലും, കരിയർ ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് നിങ്ങളെ പോർട്രേ ചെയ്യുന്നത്. ഇതൊന്നും ജീവിതത്തിന്റെ ഒരു ഭാഗത്തും കിട്ടാതിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നിരന്തരമായി
ശബ്ദിച്ചും പ്രവർത്തിച്ചും ഒക്കെ മുന്നോട്ടേക്ക് വന്ന് നടത്തിയ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് പോലും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അവർ ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കും, നീ ഫ്യൂച്ചറിൽ നിന്റെ ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്, അല്ലാതെ അവൾക്ക് കുറച്ച് പൈസ കൊടുക്കുകയല്ല വേണ്ടത്. കാരണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ ഫിനാൻഷ്യലി അവരുടെ സ്വന്തമായി അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നീ ഒരു ഇമോഷണൽ സപ്പോർട്ട് മാത്രമാണ് കൊടുക്കേണ്ടത്, അല്ലാതെ പൈസയൊന്നും ഈ കാലത്ത് പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വന്നതല്ല. ഈ പറയുന്ന ആൾക്കാർ അന്നും ഇന്നും, ഞാൻ ഇന്നും എന്ന് പറയും, കാരണം ഇന്നും നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിരുന്ന് വളരെ റിഗ്രസീവായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ടേക്ക് വെക്കുകയും നിങ്ങളുടെ മകൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ പറയുന്നത് അവന് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ സാധിക്കട്ടെ എന്നാണ്. എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീ ഇവിടെ ഉണ്ടാവുന്നത്? നിങ്ങൾ ഇന്റർവ്യൂവിൽ പല സൈഡിൽ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്മണരേഖ വരച്ച് അതിനകത്തിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ, ഈ ലക്ഷ്മണരേഖ വരയ്ക്കുന്നതാണല്ലോ അല്ലേ, അതുകൊണ്ടാണല്ലോ ഇനി ലക്ഷ്മണരേഖ എന്ന് പേര് വന്നത്. അപ്പം ഈ ആണുങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു സെറ്റ് ഓഫ് റൂൾസിനകത്തിരുന്നുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്നു, ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് കരുതി പെണ്ണുങ്ങൾ കരുതിയിരിക്കണം, പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളെ സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിച്ച് ജീവിക്കുന്ന സ്ത്രീകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നും ഈ സൊസൈറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നുണ്ടായിരുന്നില്ല. ദീപ എന്ന് പറയുന്നൊരു പേര് ഞങ്ങൾ ആരും കേൾക്കില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ ദീപ പറയുന്നതിൽ ഒരു പ്രശ്നം എൻ്റെ കൂടെ പറയാനുള്ളത്, ദീപയ്ക്ക് 16-ാം വയസ്സിൽ പെട്ടെന്ന് ആങ്കർ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി വന്നു, അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തു, അവർക്ക് വരുമാനം കിട്ടി തുടങ്ങി, അത് എന്തിനാണെന്ന് പോലും അവർക്ക് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു. പക്ഷേ ദീപയ്ക്കൊപ്പം പഠിച്ചിരുന്ന അതേപോലെയോ അതിൽ വലുതായിട്ടുള്ളതോ ആയിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന്, നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ, അതുപോലെ ദീപ ചെയ്തതുപോലെ തന്നെ ഒരു ജോലിക്ക് പോയിട്ട് ശമ്പളത്തിന് കാത്തു നിൽക്കുമ്പോൾ, ദീപയ്ക്ക് എൻ്റെ ആവശ്യമുണ്ടായില്ലായിരിക്കും, പക്ഷേ ശമ്പളത്തിന് കാത്തു നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആണിന് കൊടുക്കുന്ന അത്രയും പൈസ ഒന്നും കൊടുക്കേണ്ട, ചില്ലറ പൈസ വല്ലതും കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കൊടുത്ത് ഒഴിവാക്കുന്നതിൻ്റെ പേരിൽ കരിയറിൽ മുന്നോട്ട് വരാൻ പറ്റാതെ പോയാൽ, തനിക്ക് ഇത്ര പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയിട്ടുള്ള അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ മകൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ പ്രണയിക്കും എന്ന് വിചാരിക്കുമ്പോൾ ആ ഇൻഡിപെൻഡൻസിയിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോഴും പോരാടുന്ന സ്ത്രീകളുള്ളൊരു നാടാണ് നമ്മുടേത്. ദീപയ്ക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്, ദീപയുടെ അമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ദീപയുടെ പോപ്പുലാരിറ്റിയും പണവും ഉണ്ടാകുന്നത്. ദീപ ചിന്തിക്കുന്ന പോലെ അയ്യോ ഇങ്ങനെ ഇത്രയും ആണുങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോവേ, ഷൂട്ടിങ്ങിന് പോവേ, എൻ്റെ കുഞ്ഞ് പോകണ്ട എന്ന് പറഞ്ഞ് അവർ തീരുമാനിച്ചിരുന്നെങ്കിൽ ദീപ എങ്ങും പോയില്ലായിരുന്നു, ഈ ഇൻ്റർവ്യൂ തന്നെ സംഭവിക്കില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ചിന്തിച്ചൊരു അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് താൻ പോലും അറിയാതെ അവർ അച്ചീവ് ചെയ്തെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്നല്ല കേട്ടോ, ഓരോ പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും ഹാർഡ് വർക്കും എല്ലാം ഉണ്ട്. പക്ഷേ ആ തുടക്കം അത് കിട്ടുന്നത് ഒരുപാട് ആളുകളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ആളുകളുടെ ചിന്തകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ്. ആ ചിന്തകളെ എതിർത്തിട്ടാണ് പറയുന്നത് എൻ്റെ മോൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് എനിക്ക് ഇവൻ്റെ കാശൊന്നും വേണ്ട എന്ന് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ അവൾ ആദ്യം സമ്പാദിക്കണം. അങ്ങനെ സമ്പാദിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും അതിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാമെന്നും ആ പെൺകുട്ടി പഠിക്കണം. ഇത്രയേ ഫെമിനിസം പറയുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞ ഫെമിനിസത്തിന്റെ എല്ലാ പ്രിവിലേജും അനുഭവിക്കുക, എന്നിട്ട് അതിന് പുറത്ത് കയറിയിരുന്ന് ഫെമിനിസ്റ്റിനെ കുറ്റം പറയാം. നിങ്ങൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ദീപ. സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സിനും ഓപ്പർച്യൂണിറ്റീസിനും ഒന്നിനും വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്നത് സ്ത്രീകളോട് അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. സ്ത്രീകൾ വസ്ത്രധാരണം സൂക്ഷിക്കണം എന്നാണ്, സ്ത്രീകൾ ഓ ടൈമിൽ പുറത്തിറങ്ങരുതെന്നാണ്. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മകന് പോലും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി വധുവായി വരണം എന്നാണ്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിട്ട് വരണം എന്നാണ്. അത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് അല്ലാത്തൊരു പെൺകുട്ടി. അപ്പോൾ നല്ല കാശുള്ള കുടുംബത്തിലൊരു പെൺകുട്ടിയെ പ്രേമിച്ചോളൂ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാകുമ്പോൾ ഫിനാൻഷ്യലി പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ഈ പറയുന്ന ഫെമിനിസ്റ്റ് സ്വന്തമായി അധ്വാനിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാനിട്ടല്ല. അടുത്തത് ചരിത്ര പ്രസിദ്ധമായ ഒരു വലിയ ഡിബേറ്റിൻ്റെ കാരണമായിട്ടുള്ള വാക്കാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം. അവിടെയും ദീപയ്ക്ക് കൃത്യമായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് പ്രശ്നം. വളരെയധികം ടെംപ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, സെൻസിറ്റൈസ് ചെയ്യുന്ന വസ്ത്രധാരണ രീതി. അതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3 യങ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് ഇരിക്കുന്നത്. അവർ ദീപയേക്കാൾ വളരെ യങ്ങാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദീപയെ രാഹുൽ ഈശ്വറിനെയൊക്കെ റോൾ മോഡലായി എടുത്തിട്ടുള്ള ഒരാളും അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുകയാണ്, നമുക്കറിയാമല്ലോ, ഗേൾസായിട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലാണ് നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ആളുകൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയും കൂടി കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിനനുസരിച്ച് പുരുഷന്മാരെ എങ്ങനെ റിയാക്ട് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രസ്സാണ്
പുരുഷനെ കൊണ്ട് പല കാര്യങ്ങളും അല്ലെങ്കിൽ ക്രൈമുകളും ചെയ്യിപ്പിക്കുന്നതെന്ന് ആ 3 പിള്ളേരെ കൊണ്ട് അവർ സമ്മതിപ്പിച്ചെടുത്തു. അവിടെ ഞാൻ പറഞ്ഞത് അങ്ങും ഇങ്ങും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല അവരെന്താണ് എഗ്രി ചെയ്ത് കൊടുക്കുന്നതെന്ന്. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിൽ ഉടനീളം ദീപ പറയുന്നത് സ്ത്രീകളെ ശ്രദ്ധിക്കണം, സ്ത്രീകൾ നിയന്ത്രണങ്ങൾ പാലിക്കണം, സ്ത്രീകൾ വസ്ത്രധാരണത്തിലും പുറത്തു പോകുന്ന സമയങ്ങളിലും ജാഗ്രത പാലിക്കണം. അപ്പോൾ എന്തുറപ്പാക്കാൻ പറ്റും? സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും. അതായത് ഇവർ അംഗീകരിക്കുന്ന ഒരു കാര്യം, സമൂഹത്തിൽ അപകടം നിലനിൽക്കുന്നുണ്ട്. ആ അപകടം സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് ഭൂരിഭാഗവും പുരുഷന്മാരുടെ സൈഡിൽ നിന്നാണ്. പുരുഷന്മാർ ക്രിമിനൽസ് ആണ്, അവർക്ക് ശിക്ഷ വേണം. പുരുഷന്മാർ മുഴുവൻ ക്രിമിനൽസ് എന്നല്ല, ഈ പറയുന്ന തരത്തിൽ അറ്റാക്ക് ചെയ്യുന്ന പുരുഷന്മാർ ക്രിമിനൽസ് ആണ്, അവർക്ക് ശിക്ഷ കൊടുക്കണം. ഞാൻ ഒരു സാധനം എന്നോട് പറഞ്ഞോട്ടെ, ദീപയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് പുരുഷന്മാർക്കാണ്, അതും ഈ റേപ്പ് കേസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ശിക്ഷ നേടിക്കൊടുക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അവരുടെ ഭർത്താവ് മാറി എന്ന് പറയണത് എന്താണെന്നറിയോ? ഒരു റേപ്പ് കേസൊക്കെ ഉണ്ടാകുമ്പോഴും ആ പ്രതിക്ക് അയാളുടെ കാര്യമൊക്കെ വാദിക്കാനുള്ള സമയം കൊടുക്കണം എന്നാണ്. ഞാനും പറയുന്നത്, ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ശിക്ഷ വിധിച്ചിട്ട് ആളെ തട്ടിക്കളയാന്ന് പറയുന്നത് സ്റ്റുപ്പിഡിറ്റിയാണ്. 2 കൂട്ടർക്കും വാദിക്കാനും ഒക്കെ സമയം കൊടുക്കണം. അവരുടെ അഥവാ അയാൾ നിരപരാധിയാണെങ്കിൽ വാദിക്കാനുള്ള സമയം കൊടുക്കണമെന്നാണ്. ഇത് രാഹുൽ ഈശ്വറും പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വറും മൊത്തത്തിൽ പറയുന്നത് സ്ത്രീകൾ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കേസുകൾ കൊടുത്തേക്കാം, അപ്പോൾ അതുകൊണ്ട് പുരുഷന് പരമാവധി സമയം കിട്ടണം, നിയമപരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടണം, അയാൾക്ക് മറ്റേ ഡിജിറ്റലി ഒക്കെയുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പാക്കണം എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയാം. അപ്പോൾ അപ്പുറത്തിരുന്ന് ഈ പുരുഷന്മാരിൽ ഭയങ്കര ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുണ്ട്. റേപ്പ് കേസൊക്കെ വന്നാൽ അപ്പം തന്നെ ഇതെന്താണെന്നറിയോ? ഈ വൈകാരികമായിട്ട് ആളുകളെ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്. റേപ്പ് കേസ് എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ്. ആ കേസിൽ എത്രയും പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ എന്തെങ്കിലുമൊക്കെ ചെത്തിക്കളയണം, അവനെ തൂക്കിക്കൊല്ലണം. പക്ഷേ അതല്ലാത്ത കേസ് വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം, ആ പെണ്ണിൻ്റെ വസ്ത്രധാരണം ശരിയല്ലാത്തതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് പറയുന്ന ആ ഒരു ഭയങ്കര ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ബാക്കി പറഞ്ഞു. ഇത് ദീപേച്ചി മറ്റേ പകിടയൊക്കെ അല്ല, സോറി പകിടയല്ലല്ലോ ആ സാധനത്തിൻ്റെ പേരെന്തോ? ചെസ്. അതല്ല, മറ്റേ നിരത്തി വെച്ചിട്ട് മറ്റേ ജ്യോത്സ്യന്മാർ നോക്കുന്ന എന്താ? കവടി. കവടി. ദീപേച്ചി ഈ കവടിയൊക്കെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയാം, പെൺപിള്ളേർക്ക് ഇപ്പം സമയം അത്ര ശരിയല്ല, പുരുഷന്മാരൊന്നും നന്നായിട്ടില്ല. അപ്പോൾ പുരുഷന്മാർ നന്നാവുന്നത് വരെ, അത് ഒരു പുരുഷനല്ല, എല്ലാ പുരുഷന്മാരും നന്നാവുന്നത് വരെ, അതായത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളെ ഒരു ഒബ്ജക്റ്റായി കാണരുത്, അവളുടെ അനുവാദമില്ലാതെ അവളെ സ്പർശിക്കരുത്, അവളൊരു നോ പറഞ്ഞാൽ അത് നോ ആണ്, സ്ത്രീകളെ റേപ്പ് ചെയ്യരുത്, ആക്രമിക്കരുത്, ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന പുരുഷന്മാരില്ലേ, ആ കാലം ഇനി കുറേ പോകണം, കുറേ കഴിഞ്ഞാലേ ആ കാലം വരുള്ളൂ, എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾക്ക് സമയം അത്ര നന്നല്ല. അതുകൊണ്ട് പെൺപിള്ളേർ ഇപ്പോൾ പുറത്തു പോകണ്ട. മറ്റേ നഗിലനൊക്കെ പറയില്ലേ, ഇപ്പോൾ പുറത്തു പോകണ്ട. കാരണം നമ്മൾ പറയും നിങ്ങളിപ്പോൾ പുറത്തു പോകണ്ട. ഇതാണ് ദീപേച്ചിയുടെ സൊല്യൂഷൻ. നമ്മൾ കഥകൊക്കെ അടച്ച് മുഴുവൻ മൂടുന്ന ഡ്രസ്സൊക്കെ ഇട്ട്, ഇരുട്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് നിഷിദ്ധമാണ്, അതുകൊണ്ട് ഫുൾ ടൈം ലൈറ്റൊക്കെ ഇട്ടിട്ട് വീട്ടിലെ പുരുഷന്മാരുടെ പ്രൊട്ടക്ഷനിൽ ഇങ്ങനെ കഴിയുക. അങ്ങനെ പെൺപിള്ളേർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദീപേച്ചി ഒന്നും രാത്രിയിലത്തെ ചന്ദ്രനെ പോലും ആകാശത്ത് കാണൂലായിരുന്നു. ആൺപിള്ളേർ വന്നിട്ട് പറയും, മോളെ ദീപേ, രാത്രി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, അപ്പോൾ ആകാശത്ത് ചന്ദ്രൻ വരും. ആണോ? എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നേനെ. ഇതിനെ ഒപ്പോസ് ചെയ്യാൻ പാകത്തിൽ ആങ്കർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ദീപേച്ചി പറയുന്നത് ഓഡ് അവേഴ്സ്, അതായത് സ്ത്രീകൾക്ക് നിഷിദ്ധമായിട്ടുള്ള ടൈമുണ്ട്. ഏതാ? രാത്രി ടൈം. ആ രാത്രി ടൈമിൽ സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല. കാരണം എന്താ? പുരുഷന്മാരിയ്ക്കുകയാണ് ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ആങ്കർ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം നമ്മൾ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, നമുക്ക് അങ്ങനെ രാത്രി പകൽ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ടേക്കല്ലേ എപ്പോഴും എടുത്തു വെക്കേണ്ടത്, പിന്നിലേക്കല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം ദീപേച്ചി എക്സ്ട്രീം കാർഡ് എടുത്തിടും. മറുപടി ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം എക്സ്ട്രീം കാർഡ്. നിങ്ങൾ ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് ചിന്തിച്ച് പറയല്ലേ, നമുക്ക് ഈ നടുക്കേക്ക് വരൂ, ഇവിടെ നടുക്ക് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതെ, അതായത് റേപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പം നിങ്ങൾ എക്സ്ട്രീമായി സംസാരിക്കരുതേ. എടോ, എക്സ്ട്രീമായിട്ട് സംസാരിക്കും ദീപ രാഹുൽ ഈശ്വർ. ഞാൻ ഈ ദീപ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് അങ്ങനെ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കണമല്ലോ. മാത്രമല്ല രാഹുൽ ഈശ്വർ പറയുന്നതും ഏതാണ്ട് ഇതൊക്കെ തന്നെ ആയതുള്ളത് കൊണ്ട് ദീപ രാഹുൽ ഈശ്വർ എന്ന് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതായത് ദീപയോട് പറയാനുള്ളത്, വെൻ ഇറ്റ് കംസ് ടു ഈ റേപ്പിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രീമായിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ചെവി പൊത്തിയിരുന്നു. പെണ്ണുങ്ങൾ ഇവിടെ ആണുങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ റേപ്പ് നടക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ എളുപ്പമുണ്ട്. അടിക്കരുത് പ്ലീസ്. എനിക്കിതിനപ്പുറത്തേക്ക് മാന്യമായിട്ടുള്ളൊരു ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്. മറ്റേ പണ്ടുള്ള ആൾക്കാർ പറയുന്നതാണ്, ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടാൽ അതിന് ഉത്തരവാദി അവളാണ്, അവൾ ആ പുരുഷനെ ആകർഷിച്ചു, അതുകൊണ്ടാണ് അവൾ റേപ്പ് ചെയ്യപ്പെട്ടത്. എന്തരോ മഹാനുഭാവലു. എനിക്ക് അറിയാമെന്നിട്ട് ഞാൻ ചോദിക്കുക, സ്ത്രീ രാത്രി പുറത്തിറങ്ങുന്നത് കൊണ്ട്, അതായത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീ കവർ ചെയ്യാത്ത വസ്ത്രം ഇട്ടുകൊണ്ട് ഓ ടൈമിൽ പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ റേപ്പ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ആങ്കർ തിരിച്ചു ചോദിക്കുന്നുണ്ടേ,
ഞാൻ പറയുന്നത് അതാ ഞാൻ തുടക്കത്തിലും പറഞ്ഞതാണ്, അവർ കുറേ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ അത് സ്ഥാപിച്ചെടുക്കാനോ അവരെ കൊണ്ട് പറ്റിയില്ല. ഇവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അപ്പോൾ ഇവിടെ കൊച്ചുകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നതോ, ഇവിടെ പ്രായമായവർ റേപ്പ് ചെയ്യപ്പെടുന്നതോ? അപ്പോൾ ദീപിച്ച് അടുത്ത വീണ്ടും എക്സ്ട്രീം കാർഡ് എടുക്കും. അങ്ങനെ എക്സ്ട്രീം സൈഡിലേക്ക് നിങ്ങൾ പോവല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എങ്ങനെ ആലോചിച്ചാലും വ്യക്തമായിട്ട് മനസ്സിലാവും എന്ത് വിവരക്കേടാണ് നിങ്ങൾ എഴുന്നള്ളിക്കുന്നതെന്ന്. ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ആധികാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ വർഷം ഇത്ര റേപ്പ് കേസസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ ഇതുവരെ കിട്ടിയില്ല. പക്ഷേ ഓരോ ഡേറ്റ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ 16 തൊട്ട് 18 മിനിറ്റിനിടയിൽ ഒരു റേപ്പ് കേസ് നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ സ്ത്രീകൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ പുറത്തു പോകുന്നത് കൊണ്ടോ അല്ല ഇവിടെ റേപ്പ് നടക്കുന്നത്. ഇവിടെ സ്വന്തം വീട്ടിൽ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന് റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, സ്വന്തം ഹസ്ബൻഡിനാൽ പോലും ഇവിടെ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. സ്കൂൾ മാത്രമല്ല, ഓരോ മതപഠനശാലകളുണ്ടല്ലോ, അവിടെ പോകുന്ന കുട്ടികൾ, അവിടെ ജെൻഡർ ഭേദമന്യേ കുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, കൈക്കുഞ്ഞുങ്ങൾ വരെ ഇവിടെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ വരത്തില്ല. ഇനി ഒരു ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അവിടെ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണത്തില്ല. നിങ്ങൾ കാണുന്നത് സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടോ അവരൊരു സമയത്ത് പുറത്തു പോയി, അന്നേരം അവർ റേപ്പ് ചെയ്യപ്പെടുന്നു. നിങ്ങൾ എന്താണ് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ത്രീ ഇവിടെ കൂട്ട ബലാത്സംഗത്തിന് ഇരയായ സമയത്ത് അവൾ ആ സമയത്ത് എന്തിനാ അവളുടെ ആൺ സുഹൃത്തിനോടൊപ്പം പുറത്തു പോയി എന്ന് ചോദിച്ച നാടാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തത് ആ പെൺകുട്ടിയാണ്, അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങളെ ആന്റി വിമൻ സ്ത്രീകൾ വിളിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നു എന്ന്. ഐ കോൾ യു ദാറ്റ്. നിങ്ങളെ വേറെ എന്താ വിളിക്കണ്ടേ? ഇത്രയും സ്ത്രീകൾക്കെതിരായ സ്റ്റേറ്റ്മെന്റ്സ് വന്നിരുന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി എത്ര സങ്കടം തോന്നിയാലും കുഴപ്പമില്ല. യു ആർ ദാറ്റ്. നിങ്ങൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നു എന്ന പേരിൽ സ്ത്രീകളെ കൂടുതൽ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ കഷ്ടപ്പെട്ട് മുന്നോട്ടേക്ക് വന്ന സ്റ്റെപ്സ് എല്ലാം പിന്നോട്ടേക്ക് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നടത്തുന്ന പ്രസംഗമുണ്ടല്ലോ, അതിവിടെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, തുല്യ അവകാശങ്ങളും തുല്യ ഓപ്പർച്യൂണിറ്റീസും വേണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളും നിങ്ങളെ അങ്ങനെ വിളിക്കും. കാരണം നിങ്ങളുടെ പ്രവൃത്തി അങ്ങനെയാണ്. ഇവർ ആക്ച്വലി മറ്റേ ഡൽഹിയിലെ ഗാങ് റേപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ റേപ്പിസ്റ്റുകളുടെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി വൈകിയ സമയത്ത് പുറത്തിറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇതിൽ വലിയ ആഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയെന്നാണ്. കാരണം 6 മണിക്ക് ശേഷമോ 7 മണിക്ക് ശേഷമോ ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ ലൈംഗിക ആസക്തി ഉള്ളതുകൊണ്ടാണ് അവൾ ഇറങ്ങി നടക്കുന്നത് അത്രേ. അപ്പോൾ അവളെ നമുക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന ചിന്തയാണ്. ഈ ചിന്തയെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റി. അവിടെ ഇപ്പുറത്തെ സൈഡിലിരുന്ന് പറയുകയാണ് സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ സ്ത്രീകളെയാണ് അവരും കൺട്രോൾ ചെയ്യുന്നത്, ഇവരും കൺട്രോൾ ചെയ്യുന്നത്. എൻഡ് ഓഫ് ദ ഡേ ഈ പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളൊന്നും നിങ്ങൾക്ക് കയറി പിടിക്കാനുള്ളതല്ലെന്ന് ആ കിഴങ്ങന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇവരിപ്പുറത്ത് വീണ്ടും ഇനി അവരതൊക്കെ പഠിക്കട്ടെ, അതുവരെ അവിടെ നിൽക്കട്ടെ എന്ന്. ഏത് കാലത്ത് ലോകത്ത് എവിടെയാണ് ഈ പറയുന്ന 100% പുരുഷന്മാർ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന വളരെ കുറച്ച് രാജ്യങ്ങളെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലായിടത്തും, പ്രത്യേകിച്ച് ഈ മതങ്ങളുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഈ സ്ത്രീകൾ ഇന്ന സമയത്ത് ഇറങ്ങി നടന്നാൽ ഇന്ന ഡ്രസ്സ് ഇട്ട് എന്തിനാ ഈ ഡ്രസ്സിലേക്കൊക്കെ വീണ്ടും പോകുന്നത്? പറുത ഇട്ടുകൊണ്ട് നടന്ന് ഇവിടെ പീഡിപ്പിക്കൂലേ? ഒരു അമ്മും അവർക്ക് കയ്യും കാലം അനക്കാൻ പറ്റാതെ കിടക്കുന്നിടത്ത് വരെ അവരെ പീഡിപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു വാർത്ത വായിച്ചതേ ഉള്ളൂ. ഒരു വൃദ്ധസദനത്തിൽ ഒരു പുരുഷൻ സ്ത്രീകളെ ആക്രമിച്ചത്, ശാരീരികപരമായി ദുരുപയോഗം ചെയ്തത് അവിടുത്തെ സ്ത്രീകൾ തുറന്നു പറയുകയാണ്. അവരെല്ലാവരും മറ്റേ മോസ്റ്റ് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു. അതിനിപ്പോൾ മോസ്റ്റ് മോഡേൺ ഡ്രസ്സ് ഇടുന്നത് അവരുടെ ചോയ്സ് ആടോ. അതിനർത്ഥം എന്താണ്? വരൂ എന്നെ റേപ്പ് ചെയ്യൂന്നാണ് എന്ന് നിങ്ങൾ നമ്മൾ തിരിച്ച് ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ നടുക്കോട്ട് വരും. ഇത് തന്നെയാണ് രാഹുലേട്ടനും പറയുന്നത്. സെയിം സാധനം തന്നെ ദീപയും പറയുന്നുണ്ട് ആ ജേർണലിസ്റ്റ് തിരിച്ച് ചോദിച്ചപ്പോൾ. പക്ഷേ ഇങ്ങനെ ഒരുപാട് എക്സ്ട്രീമായിട്ട് ചിന്തിക്കരുത് അല്ലെങ്കിൽ ആരോപണങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ട് ദീപ അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറയുന്നു എന്ന് പറഞ്ഞ് നാളെ ഒരു പെണ്ണ് തുണിയില്ലാതെ റോഡിൽ ഇറങ്ങി നടന്നു നിങ്ങൾ കാണുമോ? ഇത് ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, കുറച്ചുകൂടി ശബ്ദം താഴ്ത്തിയിട്ട്. പക്ഷേ അർത്ഥം ഇത് തന്നെയാണല്ലോ. അതായത് വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു പെൺകുട്ടി സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നാളെ ആരെങ്കിലും തുണിയില്ലാതെ റോഡിൽ ഇറങ്ങി നടക്കുമോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്ട്രീമായിട്ട് തോന്നില്ല? അതായത് ആരോപണങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചു പറയാൻ പറ്റാതെ വരുമ്പോൾ, അതായത് കൃത്യമായിട്ടുള്ള പോയിന്റാണ് ആ ആങ്കർ ഓർ ജേർണലിസ്റ്റ് അവർ ചോദിച്ചത്. ആ ചോദ്യത്തിന് അപ്പം എടുത്തിടുന്ന എല്ലാം അതിൻ്റെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയാൽ പ്രശ്നമുണ്ടാകും. നമ്മൾ അതിൻ്റെ ഒരു മിഡിലിൽ നിന്നിട്ട് വേണം സംസാരിക്കാൻ. ഇവർക്ക് മാത്രം മിഡിലുള്ളൂ.
അതായത് ഇവരുടെ അടുത്ത് ആരാണോ ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരോട് മിഡിലേക്ക് വരാൻ പറയും. ഇവർ ഏത് എക്സ്ട്രീമിലേക്ക് വേണമെങ്കിലും പോകും. പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം എന്നത് ഇന്ത്യയിൽ നിയമപരമായിട്ടുള്ള തെറ്റാണെന്ന് മിനിമം വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം സെക്ഷൻ എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരുന്ന ആളുടെ ഭാര്യയ്ക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതല്ലേ, ഇതൊക്കെ കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് ദീപ പറയുന്നത് ഇവിടെ സ്ത്രീകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം, ഈക്വൽ പേയ്മെന്റ് വേണം, പിന്നെ ഈക്വൽ അവകാശങ്ങളൊക്കെ വേണം, പക്ഷെ ഫെമിനിസം വേണ്ട. ത്രൂ ഔട്ട് ഇവർ ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീകളുടെ വീക്ക്നെസ്സിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കണം. എന്താണ് സ്ത്രീകളുടെ വീക്ക്നെസ്? അവരുടെ ബോഡി. ഒരു സ്ത്രീയുടെ വീക്ക്നെസ് ആയിട്ട് ഇവർ പറയുന്നത് അവരുടെ ബോഡിയാണ്. അതായത് സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പുരുഷന്മാരെല്ലാം നന്നായി വരുന്നത് വരെ, ഞാൻ ഈ പുരുഷന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ സ്റ്റിൽ ഒന്നും കൂടി ഒന്നെങ്കിൽ ഈ പുരുഷന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ എല്ലാ പുരുഷന്മാരെയും കൂടെ ചേർത്തിട്ടല്ല. ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന പുരുഷന്മാരുണ്ടല്ലോ, അവരെല്ലാവരും നന്നായി വരുന്നത് വരെ സ്ത്രീകൾ ഈ വീക്ക്നെസ്സസ് ഒക്കെ മനസ്സിലാക്കി അതൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നടക്കണം. എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യം ദീപ ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട്, ഞാൻ ഈ പൊതച്ചും മൂടി നടക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ തലയിൽ കൂടെ ഷോളൊക്കെ ഇട്ടിട്ട് അതല്ല കേട്ടോ ഉദ്ദേശിച്ചേ. അത് മറ്റവരുടെ അജണ്ടയല്ലേ, നമ്മളുടെ അജണ്ട അതൊന്നുമല്ല. നമ്മൾ ഇപ്പുറത്ത് അത്യാവശ്യം മറക്കേണ്ടതൊക്കെ മറച്ചിട്ട് ഇതിനിടയിൽ കൂടെ അവരിത് കുത്തിക്കയറ്റുക. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, അതിനകത്തേക്ക് ഇവർക്ക് സ്ത്രീകളെ കൊണ്ടുവരണം. എന്നിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഫെമിനിസ്റ്റ് വളരെ പ്രൊവോക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അവർക്കിഷ്ടമുള്ള സമയത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഫെമിനിസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ, ദീപിച്ച് ഒന്ന് സമ്മതം തന്നിട്ട് വേണം എനിക്ക് പാതിരാത്രി പുറത്ത് പോകാനെന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇവിടെ ഫെമിനിസ്റ്റുകൾ നടത്തിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ അറ്റ്മോസ്ഫിയറിലെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചു എന്ന് ഫെമിനിസ്റ്റുകൾ അങ്ങോട്ടാണ് പറയേണ്ടത്, അല്ലാതെ നിങ്ങൾ അവർക്ക് ഇങ്ങോട്ട് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിൽക്കരുത്. പിന്നെ ഇവർ ആരും ഉപയോഗിച്ചാണ് ഈ സ്വാതന്ത്ര്യം റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി പിടിക്കുമെന്ന് പറയുന്ന പുരുഷന്മാരെ വെച്ചിട്ടോ? ക്വീൻസ് ഏതായിരുന്നു ആ സിനിമ? സലീം കുമാർ നിങ്ങൾ പറയണം എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് നാട്ടിൽ അസമയമെന്ന്. അങ്ങനെ ആണിന് മാത്രമില്ലാത്ത അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ട്. ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. സിനിമകളിൽ പോലും മാറ്റങ്ങൾ പ്രകടമായി കണ്ടു തുടങ്ങി. പക്ഷേ ദീപേച്ചിയിൽ സാധനം വരൂല. ഇനി അഥവാ ദീപേച്ചിയുടെ ഉള്ളിലോട്ടങ്ങനെ വല്ല റിയലൈസേഷൻ വന്നാലും അത് അവിടെ ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് പുറത്തേക്ക് ഇതിങ്ങനെ തള്ളിവിടും. കാരണം ശ്രീകണ്ഠൻ നായരെ പോലുള്ള കുറേ ആൾക്കാർക്ക് ഇന്റർവ്യൂസ് വേണമല്ലോ. അങ്ങനെ ഫെമിനിസത്തിന്റെ എല്ലാ ഗുണവും രുചിച്ചതിന് ശേഷം ഫെമിനിസം വേണ്ട എന്ന് പറയുന്ന, ഫെമിനിസ്റ്റുകൾ ഇഷ്ടമല്ല എന്ന് പറയുന്ന ദീപയുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ ഷോയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അതേ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ലിവ് ഇൻ റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അവർ പ്രകടിപ്പിക്കുന്നതാണ്. ഇവർ ബേസിക്കലി മതത്തിൻ്റെ സ്ട്രക്ചറിൽ നിൽക്കുക, മതപരമായ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുക, സ്ത്രീകളെ സപ്രസ് ചെയ്യുക, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ ചിന്തിക്കാനുള്ള അവരുടെ ത്വരയൊക്കെ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊക്കെ മതത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കുടുംബം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു 5 കുഞ്ഞുങ്ങൾ പോട്ടെ, മതത്തിന് ഭയങ്കര ഇഷ്ടമാണ്. 11 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാ അമ്പലത്തിലും പള്ളിയിലും ഭയങ്കര ആഘോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ പിള്ളേരെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരുമ്പോഴേ ഈ കുഞ്ഞുങ്ങളും മതത്തിൻ്റെ ഭാഗമാവുള്ളൂ. അതായത് മതത്തിന് അവരുടെ കീഴിൽ ഇത്ര ആളുകളുണ്ട്, ഇത്ര വോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. പണ്ടാണെങ്കിൽ യുദ്ധം ചെയ്യാനാണ് അവർ ഉപയോഗിക്കുക, ഇപ്പോൾ പിന്നെ വോട്ട് ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കുകയാണ്. അപ്പോൾ മതത്തിന് എപ്പോഴും ആവശ്യം കുഞ്ഞുങ്ങളെ കൂടുതൽ ഉണ്ടാക്കുക, അവരെ നമ്മുടെ കൂടെ ചേർക്കുക എന്നുള്ളതാണ്. അതിന് കുടുംബം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഇവരെ നിർത്തിയേ പറ്റൂ. അതല്ലാതെയുള്ള റിലേഷൻഷിപ്പുകളെ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകളെ ഒന്നും ഇവർക്ക് താങ്ങാൻ പറ്റില്ല. ആണാണോ പെണ്ണാണോ ഒരു 18-21 വയസ്സാകുമ്പോൾ അപ്പോഴേ പിടിച്ച് കെട്ടിക്കുക, മാക്സിമം പിള്ളേരെ ഉണ്ടാക്കുക, എക്കത്തിനെ നേരെ ആരാധനാലയങ്ങളിലേക്ക് കൊണ്ടുപോകുക, മതത്തിൽ ചേർക്കുക, ഈ പറയുന്ന പരിപാടിയാണ്. ഇതിനപ്പുറമുള്ള ഒന്നും ഒരു മതത്തിനോ സദാചാരവാദികൾക്കോ ഒന്നും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പൊട്ടും. അത് തന്നെയാണ് ദീപയ്ക്കും സംഭവിക്കുന്നത്. ദീപയോട് പറയുന്നത് ഐ ആം എഗെയിൻസ്റ്റ് ലിവ് ഇൻ റിലേഷൻഷിപ്സ്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്, ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾ നോക്കൂ. അതായത് ഒരാളോടൊപ്പം ഒരു 6 മാസം ജീവിക്കുന്നു, അയാൾ ഓക്കെ അല്ല എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആളുമായിട്ട് പോകുന്നു. അതിനുശേഷം അയാളും വർക്കാവില്ല എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളുമായിട്ട് പോകുന്നു. ഇനി ഇവർ ചില പോയിന്റ്സ് യൂസ് ചെയ്യും, ഇത് കണക്ട് ചെയ്തിട്ട് ഇത് എന്തോ വലിയ പ്രശ്നം വരുന്നു എന്ന് പറയുന്ന തരത്തിലാണ്. അതായത് ഇവിടെ ദീപ ഉപയോഗിക്കുന്ന വാക്കുകൾ 2 കാര്യങ്ങളാണ്. വീണ്ടും ദീപ പറയുന്നു, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട. മുള്ളൊടിഞ്ഞു പോകുന്നതൊന്നും ദീപ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ദീപ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പെൺകുട്ടികൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? സെക്കൻഡ് തിങ്, പെൺകുട്ടികൾക്ക് മാത്രമേ ഇതിനകത്ത് ഈ ഇമോഷണൽ ബേർഡൻ പിന്നീട് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതായി വരുന്നുള്ളൂ. പിള്ളേർക്ക് ഇവിടെ ഇമോഷണൽ ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ 2 പേര് ഒരുമിച്ച് തുടങ്ങുന്നത് അവരും പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് തുടങ്ങുന്നത്. ആണായാലും പെണ്ണായാലും അത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തിൻ്റെ പേരിലായാലും അവിടെ 2 പേർക്കും വേദനയുണ്ട്. അതിൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ സങ്കടമുള്ളൂ. പുരുഷന്മാർ അപ്പം തന്നെ എല്ലാം മറന്നിട്ട്
ഭയങ്കര രസമുള്ള പരിപാടിയാണല്ലോ. ദിവ്യേച്ചി ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പുരുഷന്മാരുടെ ഇമോഷൻസിനെ കുറച്ച് കാണരുത്. രാഹുൽ ഈശ്വർ ചിലപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും പുരുഷന്മാരെ കുറിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. പക്ഷേ നാട്ടിലുള്ള ആൺകുട്ടികൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. പിന്നെ പ്രഗ്നൻ്റ് ആവാന്ന് പറയുന്നത് ദീപ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്കുണ്ട്. അത് മറ്റേ ചെറിയ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് മുതൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്തു വെക്കാവുന്ന ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അവയർനെസ് ആണ് നമുക്കിവിടെ വേണ്ടത്. അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം എങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഫ്യൂച്ചർ ലൈഫിനെ അഫക്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പം നിങ്ങളൊക്കെയാണ് അതിന് എതിരെ കൊടി പിടിക്കാനായിട്ട് വരുന്നത്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ്. ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അത് അവൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. അവൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഓക്കെ ആയതിനു ശേഷം വേണം അത് നടക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന സേഫ് സെക്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണ്. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് വളരെ യങ്ങായിട്ടുള്ള കുട്ടികൾ, ഈവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പ്രഗ്നൻ്റ് ആയിട്ട് വന്നിട്ട് അബോർഷനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി വരാറുണ്ട് എന്ന് പറയുമ്പം നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവാണത്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റഡ് ആയി പോകാൻ പാടില്ല എന്നും ഒരാൾ പ്രഗ്നൻ്റ് ആവാൻ എപ്പോഴാണ് ഒരാൾ റെഡി ആയിട്ടിരിക്കുന്നതെന്നും അല്ല എന്നും അതിനകത്ത് കൺസെൻറ്റ് എന്നത് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഈ പോയിന്റ്സ് ആക്ച്വലി അത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന പോയിന്റ്സ് ആണ്. അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് വേണം. അപ്പം ഈ പോയിന്റ്സ് എടുത്തിട്ട് ഈ പോയിന്റ്സ് ആകുമ്പോൾ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും എന്നല്ല നമ്മൾ വിചാരിക്കണം. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഇമോഷണലി ഫിസിക്കലി നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. കല്യാണം കഴിക്കുന്നതിന് മുൻപ് വരെ പാർട്ട്നേഴ്സ് ഫിസിക്കൽ ചെക്കപ്പ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ബോഡി ചെക്കപ്പ് നടത്തി അതിൻ്റെ റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകണം എന്ന് പറയുമ്പോൾ കല്യാണം പോലെ ഒരു പവിത്രമായ കാര്യത്തിലേക്കാണോ നിങ്ങളതൊക്കെ കൊണ്ടുവന്ന് ഇടുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അല്ലാതെ അതിനെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് പ്രശ്നമാണെന്ന് നിങ്ങളെ വരുത്തി തീർക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മെൻ്റലി ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെ ആണെന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് ലിവിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാതെ മറ്റേ കല്യാണത്തിനെ പോലെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ കണ്ടു വീട്ടുകാർക്ക് ഓക്കെയാണ് അതുകൊണ്ട് കല്യാണം കഴിച്ച് പിന്നെ അങ്ങോട്ടേക്ക് സെക്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങുന്ന ആളുകളല്ല ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ വരുന്ന ബഹുഭൂരിപക്ഷ ആളുകളും. എല്ലാ റിലേഷൻഷിപ്പ് പാറ്റേണുകളും ഇതൊക്കെ പുതിയ കുറേ കാര്യങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതിനെക്കുറിച്ച് നമ്മളിനി മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളൊരു പെർട്ടിക്കുലർ പാറ്റേണിൽ ജീവിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് നിയമപരമായ കാര്യങ്ങൾ ഇവിടെ മാറേണ്ടതുണ്ട്. അതിനെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാതെ ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇത് തന്നെയല്ലേ കല്യാണം കഴിഞ്ഞാലും സംഭവിക്കുക. ദീപ പറയുന്നത് അതാണ്. അതായത് ലിവ് ഇൻ റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടേണ്ടി വരില്ലേ. ഇവരൊക്കെ പറയുന്നത് ഞാൻ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ്, എനിക്ക് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് ഒരാൾ വന്നാൽ മാത്രമേ ഞാൻ അയാളെ കല്യാണം കഴിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാനെന്തിനാ അയാളെ കല്യാണം കഴിക്കണം എന്നാണ് ഇവർ ചോദിക്കുന്നതെന്നാണ്. അതിന് സൊല്യൂഷൻ ദീപ എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഇതിനൊന്നും നിൽക്കണം, നിങ്ങൾ കല്യാണം കഴിച്ചോ, കല്യാണം കഴിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാമല്ലോ. അത് ഇയാളും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഒരുമിച്ച് ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ അറ്റ പോയിന്റ് അവർക്ക് മനസ്സിലാവുന്നത് ശരിയാവില്ല. അപ്പോൾ ഇവർ പറയുന്നതോട് ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. താനൊരു കാര്യം ചെയ്യും, ഞാൻ ബാഗ് എടുത്ത് എൻ്റെ പരിപാടിയായിട്ട് പോവാണ്, താൻ അടിപൊളിയായിട്ട് ജീവിച്ചോളൂ, ഓക്കെ ഓൾ ദി ബെസ്റ്റ്, അപ്പോൾ ശരിയോളൂ ബൈ എന്ന് പറഞ്ഞിട്ട് ഇത്ര ഈസി ഒന്നും ആയിരിക്കില്ല, പെയിൻഫുൾ ആയിരിക്കും. എന്നാൽ പോലും കാര്യങ്ങളൊക്കെ പറയുന്നു, രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. ഇവിടെ കോംപ്ലിക്കേഷൻസ് ഇല്ല, പ്രശ്നങ്ങളില്ല, ബന്ധുക്കളും നാട്ടുകാരെന്ന് പറയുന്ന വൃത്തിയായിട്ടവരൊന്നും ഇടപെടുന്നില്ല. ഇവിടെ വലിയ പ്രശ്നമില്ലാതെ പോവാം. അപ്പോഴാണ് ദീപ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണം, എന്നാൽ നിങ്ങൾ കല്യാണം കഴിക്കണം. ആദ്യം രണ്ട് വീട്ടുകാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ലീഗലി എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി സെറ്റായിട്ട് പിന്നെ ഒരുമിച്ച് ജീവിക്കുക. എന്നിട്ട് ഇതേ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, നേരത്തെ ലിവിനിലായിരുന്നെങ്കിൽ സംഭവിക്കുന്ന പോലെ ഒരു 6 മാസം കഴിയുമ്പോൾ ശരിയാവില്ല എന്ന് തോന്നുന്നൊരു സിറ്റുവേഷനിൽ നമുക്കിത് ശരിയാവുമെന്ന് തോന്നില്ലടോ, എനിക്ക് എൻ്റെ ലൈഫായിട്ട് മൂവ് ഓൺ ചെയ്യണം. അത് പറ്റില്ല, അതെന്താ, നാട്ടുകാരെന്ത് പറയും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, എന്നാലും അത് സാരമില്ലടോ നമുക്ക് പോവാം. എന്നാലും പറ്റില്ല, വീട്ടുകാരെന്ത് പറയും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഇനി വീട്ടുകാരെല്ലാം ഓക്കെ ആണെങ്കിൽ ഈ നിയമപരമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, അത് പിന്നെ ഡിവോഴ്സ് പ്രോസസ്സ് ഇതൊക്കെ പറഞ്ഞ്. അതായത് 2 പേർക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിനെ കൂടുതൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കൂ, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. നമ്മളിവിടെ ലിവ് ഇൻ റിലേഷൻഷിപ്പാണ് കല്യാണത്തിനേക്കാൾ ബെസ്റ്റ് എന്നല്ല പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസിലൊരു കുറവുണ്ട്. പിന്നെ
അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളുടെ ഈ പറയുന്ന അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ മാറ്റങ്ങൾ ഇവിടെ വരേണ്ടത് അനിവാര്യവുമാണ്. പക്ഷേ ദീപയുടെ ഈ കൺസേൺസ് വേറെയാണ്. അതിന് ദീപ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദീപ ഉപദേശിക്കുന്നതായിട്ട് ദീപ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ടോളറൻസ് ഉണ്ടാവും, നിങ്ങൾ കുറേ ക്ഷമിക്കാൻ പഠിക്കും, സഹിക്കാൻ പഠിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. സഹനമാണല്ലോ കുടുംബജീവിതം. ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് അവിടെ സഹനം വേണം, അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്നാണല്ലോ. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഇഗ്നോർ എന്നൊക്കെ പറയുന്നത് ഒരു മാജിക്കൽ വേർഡാണ് എന്നാണ് ദീപ പറയുക. ഈ പലരും പല മോശമായ കാര്യങ്ങളെയും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുന്നിലായിട്ട് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ചേർക്കും. അതേപോലെ തന്നെ ദീപയോടെ പറയുന്നൊരു കാര്യമാണ് ആർട്ട് ഓഫ് ഇഗ്നോറിങ്. എന്ത്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്ത് വിടണം എന്നാണ് ദീപ പറയുന്നത്. ആർട്ട് ഓഫ് ഇഗ്നോറിങ്, ആർട്ട് ഓഫ് ഫോർഗീവിങ്. എന്നിട്ട് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അങ്ങനെയാണ് നമുക്കൊരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അതായത് നിങ്ങൾ നശിച്ച് പണ്ടാരടങ്ങി കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്തല്ലോ. അതാണ് നല്ലൊരു മാരീഡ് ലൈഫ് എന്നാണ് ദീപ പറയുന്നത്. കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറയണമെന്നുണ്ട്, പക്ഷെ അതിൽ കുറച്ച് മറ്റു വാക്കുകൾ കടന്നു വരും എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ആകെ മൊത്തം 3G ആയിട്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ കുറേ ആർട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം വരുമെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഉപദേശമാണത്. ഈ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഈ സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നത് കൊണ്ടും അവരവരുടെ ലൈഫിൽ ഭയങ്കര ബിസിയാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും, അവരവരുടെ മീ ടൈം എൻജോയ് ചെയ്യുന്നുണ്ട്, അവർക്ക് വർക്കിൻ്റെ കാര്യങ്ങളുണ്ട്, അവിടെ പോകണം, എടുക്കണം, അങ്ങനെ പിന്നെ കുറേ യാത്രകൾ പോകും, അവർ ഒരുപാട് ഫ്രണ്ട് സർക്കിളുണ്ട് അവർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഈ ആർട്സിന് അവർക്ക് അധികം സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവർ പോയിട്ട് ഈ ആർട്ട് ഓഫ് ഇഗ്നോറിങ്ങും ആർട്ട് ഓഫ് സഹിക്കലും ആർട്ട് ഓഫ് ക്ഷമിക്കലും ആർട്ട് ഓഫ് നരകിക്കലും ഒക്കെ അവർ കുറച്ച് പഠിച്ചേനെ. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്താണെന്നറിയില്ല ചേച്ചി, ഈ ആർട്സ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ ഈ വക കലാപരിപാടികളിൽ കഴിവ് തെളിയിച്ചിട്ട് സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ പുരുഷന്മാരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുരുഷന്മാർക്ക് അറിയാം. അതായത് ഇവർ ഇതിനിടയ്ക്ക് ഒരു സമയത്ത് പറയുന്നത് ഇവിടുത്തെ പുരുഷന്മാരൊക്കെ ഭയങ്കര പ്രഷറിലാണ്. അതായത് ഒരു പെൺകുട്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങ് പ്രഷറിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന 4-5 ആണുങ്ങളെ കണ്ടിട്ടാണോ ഈ പറയുന്നത്? ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അറിയാം. ഇൻക്ലൂഡിങ് ഈ പറയുന്ന പേട്രിയാർക്കി അവർ എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് അവരും അനുഭവിച്ചിരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഞാൻ അടുത്ത സെൻറ്റൻസിൽ ഒന്നുകൂടെ പറയാം. ചേച്ചിയുടെ ഒരു കണ്ടുപിടുത്തലുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇൻക്ലൂഡിങ് പേട്രിയാർക്കിയിൽ ഉൾപ്പെടെ അവർ എത്രമാത്രം പ്രയാസങ്ങളാണ്. അതൊരു ട്രാപ്പാണ്. അത് പുരുഷന്മാർ തന്നെ സെറ്റ് ചെയ്ത് വെച്ച ഒരു സിസ്റ്റം ആണെങ്കിലും അതിൽ പെട്ടുപോകുന്നത് പുരുഷന്മാർ കൂടിയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരും അവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് ഷെയർ ചെയ്യാൻ അവർ പഠിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ സ്വന്തമായി വാങ്ങിക്കാനും എൻ്റെ സന്തോഷങ്ങൾ നമ്മൾ പറയുമല്ലോ പൈസ കൊടുത്താൽ സന്തോഷം കിട്ടത്തില്ല എന്ന്, അതൊക്കെ വളരെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്നും പൈസ കൊടുത്തും നമുക്ക് സന്തോഷം വാങ്ങിക്കാൻ പറ്റുമെന്നും ഒക്കെ ആൾക്കാർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അവിടെ പോയിട്ടാണ് നിങ്ങൾ ഇവരോട് പറയുന്നത് നിങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങളങ്ങ് സഹിക്കണം മക്കളെ, ക്ഷമിക്കണം മക്കളെ. ചേച്ചി ഏട്ടനും ഒക്കെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. ആ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാമേ. ആ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറയുന്ന ദീപേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയോ? അതായത് രാഹുലേട്ടൻ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ. വെരി ഗുഡ്, കം ടു ദ പോയിന്റ്. അതായത് ഈ വീട്ടിൽ, അതായത് ദീപേച്ചിയുടെയും രാഹുലേട്ടൻ്റെയും വീട്ടിൽ ഒക്കെ നടക്കുന്നത് നിന്നെയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ദീപേ, നിൻ്റെയും കൂടെ ഇഷ്ടങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ്, നിനക്കും കൂടി ഇമ്പോർട്ടൻസ് തന്നുകൊണ്ടാണ് എന്നുള്ളൊരു ഇല്യൂഷൻ രാഹുലേട്ടൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത്രേ. ദീപചേച്ചിക്ക് വിവരം അറിയാം, ദീപേച്ചി തന്നെയാണ് ഇത് പറയുന്നത്. എന്നിട്ട് ആ ഇല്യൂഷനിൽ ദീപേച്ചി അങ്ങ് ജീവിക്കും, എന്നിട്ടൊരു സന്തോഷം കണ്ടെത്തും. അപ്പോൾ എന്നെ എൻ്റെ ഹസ്ബൻഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നൊക്കെ ഞാനങ്ങ് വിശ്വസിക്കും. പക്ഷേ എനിക്കറിയാം ആ വീട്ടിൽ ഇത്രയും വർഷമായിട്ട് കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാം നടന്നിട്ടുള്ളത് രാഹുലേട്ടൻ്റെ ഇഷ്ടത്തിനാണ്. 100 കാര്യം ഉണ്ടെങ്കിൽ ആ 100 കാര്യവും രാഹുലേട്ടൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ആ വീട്ടിൽ നടന്നിട്ടുള്ളൂ. എന്നെ ഒരു കാര്യത്തിലും കൺസിഡർ ചെയ്തിട്ടില്ല, എൻ്റെ തീരുമാനം ഒന്നിലും എടുത്തിട്ടില്ല. പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. എന്താ? രാഹുലേട്ടൻ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. എനിക്ക് ഇല്യൂഷനിൽ ജീവിക്കാനാണ് ഇഷ്ടം. അതായത് ഈ കുടുംബജീവിതത്തിൽ എനിക്കും ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്, നമ്മൾ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഈക്വലി ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഇല്യൂഷനിൽ ഞാനങ്ങ് ജീവിക്കും. ഈ ഇല്യൂഷനിൽ ജീവിക്കാനാണ് ഇവർ ബാക്കിയുള്ള പെണ്ണുങ്ങളോടും പറയുന്നത്. അവർ തന്നെ പറയുന്നത് ഞാനൊരു ഫൂളായിട്ട് ജീവിക്കുകയെന്നാ, ഹഹാന്ന്. നിങ്ങൾ ജീവിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അങ്ങനെ ഫൂളായിട്ട് ജീവിക്കാൻ ഇവിടെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല, അവരതിന് തയ്യാറല്ല. അപ്പം നിങ്ങൾ പറയാണ് അതൊക്കെ ആർട്ടാണ്, അങ്ങനെ ഒരു ഇല്യൂഷൻ
ഇല്യൂഷനിൽ ഒരു ഫൂളായിട്ട് ജീവിക്കുന്നത് ഒരു ആർട്ടാണ്, ആ ആർട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന്. എന്തല്ലേ ബുദ്ധിയില്ലാതെ ജീവിക്കുന്ന ഒരു ആർട്ട് എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ദീപ ഉണ്ടല്ലോ, പോസിബിലിറ്റി ഓഫ് സക്സസ് വളരെ കൂടുതലുള്ളൊരു ട്രാക്കിലേക്ക് ആക്സിഡൻ്റലി വന്ന് വീണാണ്. അവർ തന്നെ പറഞ്ഞ പോലെ 16-ാം വയസ്സിൽ അവസരം കിട്ടി, അവരുടെ അമ്മ കൂടെ നിന്നു. അങ്ങനെ അവർക്ക് പൈസ കിട്ടുമ്പോൾ പോലും അവർക്ക് അറിയില്ല ഇത് എന്തിനാണെന്നുള്ളത്. അങ്ങനെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രാക്കിലേക്ക് വന്ന് വീണ് പോയ ഒരാളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന പെൺകുട്ടികളും അങ്ങനെയല്ല. അവർ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള വഴി സ്വന്തമായി കണ്ടുപിടിച്ച് ഇല്ലാത്ത വഴി വെട്ടിയുണ്ടാക്കി കഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ്. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് നിൻ്റെ തീരുമാനങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഉടായ്പ് കാണിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ പറയുന്ന പോലെ ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന വിഡ്ഢികളായി ജീവിതം തുലച്ച് കളയാൻ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്വന്തമായി ഉണ്ടാക്കുന്ന, അത് ഉണ്ടാക്കിയെടുക്കണമെന്ന് വാശിയുള്ള ഒരു പെൺകുട്ടിക്ക് കഴിയില്ല. അതിപ്പോൾ പെൺകുട്ടിക്ക് മാത്രമല്ല, ഇതിപ്പോൾ ജെൻഡർ റിവേഴ്സ് ചെയ്ത് നേരെ ഒരു ആൺകുട്ടിയുടെ കാര്യം എടുത്താലും ആർക്കും അതിന് താല്പര്യമില്ല. നിങ്ങൾ ഈ പുറമേയുള്ള ഇപ്പം ജെൻസിയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അടുത്തെറിഞ്ഞ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ദീപ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജെൻസി കിഡിൻ്റെ അതുപോലെ വളർന്നു വരുന്ന ജെൻ ആൽഫയുടെ ഒക്കെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടൊരു തൊഴിൽ കണ്ടെത്താൻ പോലും പറ്റില്ല. എല്ലാ ജോലിയും AI കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് ബിഗിനിങ് ലെവലിൽ നമുക്ക് കയറാവുന്ന എല്ലാ ജോലികളും ഓൾമോസ്റ്റ് ഇല്ലാണ്ടായിരിക്കുകയാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ വേണ്ട, ChatGPT പറഞ്ഞാൽ അവർ നല്ല പോസ്റ്റ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹയർ പൊസിഷനിലേക്ക് പോകുമ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ചോദിക്കുകയാണ്. ഓൾറെഡി ഈ പറയുന്ന ബൂമേഴ്സ് അടക്കം ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാലം മാറിയതറിയാതെ ഭരിക്കുന്ന ഇവരുടെ കീഴിലേക്ക് ജോലി ചെയ്യാൻ കയറുക എന്ന് പറയുന്നത് ഒരു ജെൻസിയെ സംബന്ധിച്ച് ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ കരിയർ ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ തലമുറ കഴിയുമ്പോഴും സ്വത്ത് കുറഞ്ഞു വരികയാണ്. അപ്പൻ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ കടം വാങ്ങിച്ച് കുറേ ഇല്ലാണ്ടാക്കി, അപ്പൂപ്പൻ അതിലും കൂടുതൽ ഇല്ലാതാക്കി. അങ്ങനെ ഈ ജെൻസിയിലേക്ക് വരുമ്പോൾ ഇയാൾക്ക് ചിലവാക്കാൻ കാര്യമായിട്ടൊന്നും കുടുംബത്തില്ല. അങ്ങനെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് തൻ്റെ ഫ്യൂച്ചർ എന്താവും, റിലേഷൻഷിപ്പ് എന്താവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഫൂളായിട്ട് ജീവിക്കാൻ നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് സമയമില്ല. പ്രത്യേകിച്ച് ജെൻസി പിള്ളേർക്ക് സമയമില്ല. ദീപയുടെ മുന്നിലിരുന്ന ആ 3 പെൺകുട്ടികളും അവരൊരിക്കലും ഈ പറയുന്ന വിഡ്ഢി ആവാൻ വേണ്ടി സ്വയം തീരുമാനിക്കില്ല, 100% ഉറപ്പാണ്. പക്ഷെ ഒരു വിഡ്ഢി വേഷം അവിടെ ഇരുന്ന് കാണിച്ചാൽ മാത്രമാണ് ശ്രീകണ്ഠൻ നായർ സാർക്ക് ഇൻ്റർവ്യൂ കാണുമ്പോൾ കൊള്ളാലോ ദീപയെ കൊണ്ട് വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയിപ്പിച്ചില്ല, നിങ്ങൾ കഴിവുള്ള ആളുകൾ തന്നെ എന്ന് പറയുന്ന ആ സാധനം കേൾക്കും എന്നൊക്കെ അവർക്ക് നല്ലോണം അറിയാം. കാരണം അതൊക്കെ സർവൈവലിൻ്റെ ഭാഗമാണ്. ഇതുപോലെ കുറേ വിവരമില്ലാത്ത വിഡ്ഢികളെ പുഷ്പിച്ച് നിൽക്കുക എന്ന് പറയുന്നത്. ആ പുഷ്പീകരണം നടത്തി അവരൊക്കെ എങ്ങനെയും അവർ മുന്നോട്ട് പോകാൻ ഇത്രയും സ്ട്രഗിൾ നേരിടുകയാണ്. അപ്പോഴാണ് ഇലയിലും ഉള്ളിൽ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നത്. അതൊന്നും നടക്കൂലോ, അതൊക്കെ പഴയ കാലഘട്ടമാണ്. ജസ്റ്റ് വേക്കപ്പ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഉണരാത്ത ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്ത് നടക്കുന്ന കുറേ 90s കിഡ്സിൻ്റെ അപ്പന്മാരുണ്ട്. അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനും പിന്നെ മതവിശ്വാസികളായി നിൽക്കുന്ന കുറേ ആളുകളെ പുഷ്പിക്കാനും ഒക്കെ വേണ്ടിയാണ് ഇവർ ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും മറ്റേ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഉണരും. ഈ ആങ്കേഴ്സിൽ ഒരാൾ പേട്രിയാർക്കിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് അതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. അതായത് പേട്രിയാർക്കി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ സ്ത്രീകളെക്കാട്ടിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് പുരുഷന്മാരാണ് എന്നാണ്. അത് ഒന്നുകിൽ ഈ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, ഇവിടെ നിലനിന്നിരുന്ന സിസ്റ്റത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ബോധമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ പേട്രിയാർക്കി എന്ന് പറയുന്നത് കുടുംബ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന, കുടുംബ സ്നേഹത്തിൽ ഊന്നി നിൽക്കുന്ന, തറവാട്ടു മഹിമ പൊക്കിപ്പിടിക്കുന്ന എന്തോ വലിയ സംഭവമാണ് എന്നാണ്. അതൊന്നും അല്ല. അത് പേട്രിയാർക്കി എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങളെ നിയന്ത്രിക്കുകയും അവരെ 2ാം തരം പൗരന്മാരായി മാത്രം, 2ാം തരം എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, അതെ, അവരായി മാത്രം ചിത്രീകരിക്കുകയും ചെയ്തിരുന്ന ഒരു സാമൂഹിക ഘടനയാണ്. അവിടെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരുന്നത് അനീതി മാത്രമാണ്, അസമത്വം മാത്രമാണ്. അത് മനസ്സിലാക്കാതെയാണെന്ന് തോന്നുന്നു നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ പുരുഷന്മാരാണ് അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന്. പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫെമിനിസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് അതാണ്. ഇന്ന് പുരുഷന്മാരെ നേരിടുന്ന അനാവശ്യമായിട്ടുള്ള സോഷ്യൽ പ്രഷർ, ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് പേട്രിയാർക്കിയുടെ കഷ്ണങ്ങൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഫെമിനിസം വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യപ്പെടുകയാണ് എന്നുള്ള ഫാക്റ്റിനെ അംഗീകരിക്കാൻ ഇവിടെ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പണി എടുത്തിട്ടായാലും ശരി, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും അറിയുന്നില്ല എന്നാണെങ്കിലും ശരി, എനിക്ക് അധികാരമുണ്ട്. അത് നമ്മൾ പറയും അധികാരം എന്ന് പറയുന്നത് രുചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടാന്ന് പറയും. കാരണം നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓർഡർ പാസ്സാക്കുക, നമ്മളാണ് അധികാരി, നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മളിലൂടെ ആണ് നടന്നു പോകുന്നത് എന്ന് പറയുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് അതിൽ മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ ഇന്നുമുണ്ട്. പക്ഷെ അവർ തന്നെ എന്തു പറയും, ഈ കഷ്ടപ്പാടിൻ്റെ കഥ പറയും. ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് മഴയാണ്, വെയിലാണ്,
ആണ്, പേമാരിയാണ്, മഞ്ഞുകാലമാണ്, എൻ്റെ അധ്വാനമാണ് ഇതെന്നൊക്കെ ഇവർ തന്നെ പറയും. നമ്മൾ ഇവരോട് പറയാം, നിങ്ങൾ ഒറ്റയ്ക്ക് വലിക്കണ്ടോ, നമ്മളും കൂടെ വലിക്കാം. അത് പറ്റൂല, നിങ്ങൾ വലിക്കാൻ പ്രാപ്തരായിട്ടില്ല. അതെ, മാത്രമല്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല, സാമുദായികമായിട്ട് തെറ്റാണ്. അതെ. അപ്പോൾ ഈ പേട്രിയാർക്കിയിൽ പുരുഷന്മാർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് പുരുഷന്മാരാലാണ്. അത് സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കാനും അടിച്ചമർത്താനും സ്ത്രീകൾ ഇവിടെ ഭരിക്കപ്പെടേണ്ടവരാണ് എന്ന് കരുതാനും ഭരിക്കുന്നത് ഞങ്ങളാണ് എന്ന് കരുതാനും അധികാരം കയ്യേറി വെക്കാനും ഒക്കെ വേണ്ടി പുരുഷന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് പേട്രിയാർക്കി എന്ന് പറയുന്നത്. അതിൽ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് തീർച്ചയായിട്ടും ഇവിടെ ചേഞ്ച് ചെയ്യപ്പെടണം. അവിടെയാണ് ഫെമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോഴാണ് ദീപേച്ചി അവിടെ ഇരുന്ന് പറയുന്നത് പേട്രിയാർക്കി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺസെപ്റ്റ്. പേട്രിയാർക്കിയുടെ ബ്യൂട്ടി എന്നൊക്കെ അല്ലേ? പേട്രിയാർക്കിയുടെ ബ്യൂട്ടി, പേട്രിയാർക്കിയുടെ അങ്ങനെ പേട്രിയാർക്കിയൊക്കെ വളരെ ഉദാത്തമായ മഹത്വവൽക്കരിച്ച് പേട്രിയാർക്കി ഇവിടെ നിലനിൽക്കണം, ഞാനത് ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദീപേച്ചി ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. യായ പറയുന്നുണ്ട്, ആ 3 ആങ്കേഴ്സ്, ഞാൻ ഈ ആങ്കർ ആയിട്ടൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവരുടെ മുകളിലുള്ള നിയന്ത്രണങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ അറിവില്ല. പക്ഷേ നമ്മൾ ഈ ചില ഇന്റർവ്യൂ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ആങ്കേഴ്സിന്റെ സൈഡിൽ നിന്ന് തന്നെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് ആ സമയത്ത് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ചോദിക്കണമെന്ന്, അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഇതിനിങ്ങനെ മറുപടി വന്ന സമയത്ത് എഡിറ്റിങ്ങിന് മുൻപ് ഞാൻ ഞങ്ങളുടെ ടീമിൽ സംസാരിച്ചിരുന്നു, ഇതിങ്ങനെ ഔട്ട് പോകുന്നത് ശരിയല്ലല്ലോ, ഇതിനെ നമ്മൾ തിരുത്തണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ അതിനുള്ള റൈറ്റ് ഇല്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവർ പറയുന്നത് പോലെ അവതരിപ്പിക്കുക, അതിനുശേഷം പോവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഈ തരത്തിലൊക്കെയുള്ള കേട്ടറിവിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഔട്ട് വന്നത് അവിടെ ആ 3 സ്ത്രീകൾ ഇരുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഔട്ടായിരുന്നില്ല വന്നത്. ബട്ട് ഐ എം സ്റ്റിൽ, ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം അവർ കുറച്ച് ചോദ്യങ്ങളെങ്കിലും കറക്റ്റായിട്ട് ചോദിച്ചു. അത് അവരുടെ സൈഡിൽ നിന്ന് ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ സ്പോട്ടിൽ കറക്റ്റായിട്ട് കൗണ്ടർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. അതൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഔട്ട് വന്നത് ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ അതിനെ ആൾക്കാർ പ്രോപ്പറായിട്ട് കോൾ ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നമുക്കൊരു 1800 വ്യൂവേ ഉള്ളൂ ആ ഇൻ്റർവ്യൂവിന് ഇതുവരെ. പക്ഷേ എന്നിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും അത് കണ്ടു, അവരത് നമുക്ക് അയച്ചു തന്നു എന്നുള്ളതാണ്. നമ്മളിതിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇവരോടല്ല സത്യത്തിൽ ഇത് സംസാരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ വീണു പോവുക എന്നത് ചില സമയത്തെങ്കിലും വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആ ഇൻ്റർവ്യൂവിൽ അതിനെ പ്രോപ്പറായിട്ട് കോൾ ഔട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാ സ്ത്രീകളോടും, അതായത് സ്വന്തം അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും വേണ്ടി പോരാടുന്ന, നമ്മുടെയൊക്കെ ജനറേഷന് മുന്നേ തൊട്ട് പോരാടി തുടങ്ങിയ ഓരോ സ്ത്രീകളോടും നമ്മൾ അനുഭവിക്കുന്ന ഓരോ അവസരങ്ങൾക്കും കടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണോ ഒച്ച വെക്കുന്നത്, ബഹളം വെക്കുന്നത്, എന്തിനാ ഇപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്? അത് ഏതെങ്കിലും ഒരു കാലത്ത് ഭൂമി ഉരുണ്ട് വരുമ്പോൾ ഇങ്ങനെ കിട്ടൂലേ, അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ, അതുവരെ ഒന്ന് അടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ അടങ്ങി ഇരുന്നിരുന്നെങ്കിൽ, ഞാൻ സത്യമായിട്ട് പറയാം, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കാനോ എനിക്ക് ഉണ്ണിയോടൊപ്പം ഇരുന്ന് സംസാരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതിൽ എത്രമാത്രം സ്ത്രീകളുടെ അധ്വാനമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതോടൊപ്പം അത് മനസ്സിലാക്കിയ ഒരു പറ്റം പുരുഷന്മാരുടെ, ഇത് ഇന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇന്നും പാവാട വിളി കേൾക്കുന്ന, ഇന്നും ഗുൽമോഹർ വിളി കേൾക്കുന്ന, അവരുടെ ആണത്തത്തിനെ ചോദ്യം ചെയ്യുന്ന, ഇതിനകത്ത് ദീപ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ പുരുഷന്മാർക്ക് ഭരതനാട്യം പോലും പഠിക്കാൻ പറ്റുന്നില്ല, അത് അവരുടെ ആണത്തത്തിനെ വരെ ചോദ്യം ചെയ്യും എന്ന് പറയുമ്പം ദാറ്റ്സ് ദ റിയാലിറ്റി. ഇവിടെ ആരാണ് പുരുഷന്മാരുടെ ആണത്തത്തെ ചോദ്യം ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നത്? അതും ആണുങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ കാണുന്നില്ലേ? അതിവിടുത്തെ പേട്രിയാർക്കിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ട് പോലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതൊന്നും കാണാതെ ഇവിടെ വന്നിരുന്ന ഫെമിനിസത്തിനെ കുറ്റം പറഞ്ഞ്, ഫെമിനിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളുടെ ആണത്തത്തിനെ ചോദ്യം ചെയ്ത്, പേട്രിയാർക്കി ഈസ് ബ്യൂട്ടിഫുൾ, പേട്രിയാർക്കിയിലുള്ള ചേട്ടന്മാരൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വഴിതെറ്റിക്കാൻ ശ്രമിക്കൂ. നമ്മൾ ഈ പറയുന്ന പോലെ ഫാക്ട് വെച്ച് മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കാം. നമ്മുടെ തൊട്ടു മുൻപൊക്കെയുള്ള ജനറേഷൻസ് ഏതൊക്കെ തരം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു വന്നതെന്നും നമ്മളുടെ ജനറേഷൻ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇനി വരുന്ന ആൾക്കാരുടെ അടുത്ത് ദീപ പറഞ്ഞ പോലെ ഒരിക്കലും ഞങ്ങൾ ലോകം മാറുന്നത് വരെ നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കൂ എന്നൊന്നും നമ്മൾ ഒരിക്കലും അവരോട് പറയാൻ പോകുന്നില്ല. ലോകം മാറുകയല്ല, ലോകത്തെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫെമിനിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ആ മൂവ്മെൻറ്റിലൂടെ
ഇനിയും ഒരുപാട് സ്ത്രീകൾ ഇവിടെ ലോകം മാറ്റട്ടെ. ആ മാറ്റത്തിൻ്റെയൊക്കെ പേർക്സൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇതേപോലുള്ള വിടുവായുത്തരങ്ങൾ പറയാൻ ദീപ ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു അമ്മയായിട്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നില്ലേ? ഒരുപാട് ആളുകൾ പുകഴ്ത്തുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അതൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയായിരിക്കുമ്പോഴുള്ള മറ്റ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന രാഹുലേട്ടൻ ഉണ്ടാക്കുന്ന ആ ഇല്യൂഷൻ്റെ അകത്ത് നിന്ന് എല്ലാം തൻ്റെ കൺട്രോളിലാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദീപ രാഹുലീശ്വർ എന്ന വ്യക്തിക്ക് ഒരു വലിയ വോയിസ് ഉണ്ട് എന്ന് ഏതെങ്കിലും കാലത്ത് മഴ മാറി പെയ്യുമ്പോൾ അവർ മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.